तारक मेहता का उल्टा चश्मा। സൂക്ഷിക്കണം അച്ഛാ. എടാ ഷാരൂഖ് ഖാനെ, നീ നിന്നെ സൂക്ഷിക്കാൻ നോക്ക്. വേണ്ട അമ്മേ, എനിക്ക് പാല് വേണ്ട. എടാ ചേട്ടാ, ചെന്ന് പിടിക്കണം അവനെ. അമ്മച്ചി, ഇത് വാങ്ങിച്ചോളൂ അച്ഛാ. എന്താ അച്ഛാ, അവ വീണ്ടും ഓടിപ്പോയില്ലേ? ഇന്നാ പിടിച്ചോ ചേട്ടാ. ശരി അച്ഛാ. നിന്നോട് പാല് കുടിക്കാനല്ലേ പറഞ്ഞേ? ടപ്പു ആള് മുങ്ങിയിരിക്കുവാ. എടാ ടപ്പു മോനെ, നീ പാല് കുടിച്ചാൽ നിനക്ക് നല്ല ശക്തി ഉണ്ടാകും. ഗോഗി നീ, സോനു നീയും, നിങ്ങള് രണ്ടുപേരും. അത് കൊള്ളാം. ഇന്ന് വീണ്ടും ടപ്പു സേനയിലുള്ള എല്ലാവരും നിർബന്ധിച്ച് പാല് കുടിപ്പിച്ചിരിക്കുക. അതെ, പാല് കുടിക്കുന്നത് ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെന്തിനാ അച്ഛനമ്മി നമ്മളെ നിർബന്ധിച്ചിട്ട് പാല് കുടിപ്പിക്കുന്നത്? അതെ, വീട്ടിൽ ഒരുപാട് പാലുണ്ട്, അതുകൊണ്ടാ. ഐഡിയ. നാളെ മുതൽ നമ്മുടെ ആരുടെയും വീട്ടിൽ പാല് വരില്ല. ഇംപോസിബിൾ ടപ്പു. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ടപ്പു. സൂര്യൻ ഉദിച്ച നേരം ഇതാ പാലുമായി എത്തി, ഈ പാലുകാരനെത്തി. ഇതെന്താ സിംഹത്തിന്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ? ചെല്ല് നമ്മുടെ സിംഹമേ, പോയി കടിച്ചു കീറിയിട്ട് വാ. എന്റെ അമ്മച്ചിയെ രക്ഷിക്കണേ, രക്ഷിക്കണേ. ഷെടാ, ഇതെന്ത് കൂട്ടാ? ഇത് വെറും നായായിരുന്നോ? അച്ഛൻ എന്ത് പറയുന്നു? ഇന്ന് എങ്ങനെയെങ്കിലും ടപ്പുവിനെ കൊണ്ട് നമുക്ക് പാല് കുടിപ്പിക്കണം. അതേടാ ചേട്ടാ. ദേ അവൻ വരുന്നുണ്ട് കേട്ടോ. അറ്റൻഷൻ, ടപ്പു തയ്യാർ. പാല് കുടിക്കാൻ ടപ്പു തയ്യാറാണ്. ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്, റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് ലെഫ്റ്റ്. അമ്മേ, പാലുണ്ടെന്നോളൂ. മോനെ ടപ്പു, നിനക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അച്ഛാ, എനിക്ക് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമില്ല. അല്ല, പതിവില്ലാതെ നീ ഇന്ന് വാ തുറന്ന് പാല് വേണമെന്ന് ചോദിച്ചല്ലോ, അതുകൊണ്ടാ. മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളത് പാൽ ഒത്തിരി കുടിച്ചാൽ ഒത്തിരി ശക്തി കിട്ടുന്ന. ദയേ, പെട്ടെന്ന് പാലെടുത്തോണ്ട് വാടി. വാ വാ, പെട്ടെന്ന് വാ.
അവന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് കൊണ്ടുപോയി കൊടുക്ക്. ഇന്ന് പാല് വന്നിട്ടില്ല. എന്താ പറഞ്ഞേ? അപ്പൊ ഈ ഗ്ലാസ്സിനകത്ത് നീ എന്താടി കൊണ്ടുവന്നേ? ഒന്നുമില്ലാത്ത ഗ്ലാസും കൈ പിടിച്ചോണ്ട് നീ ഇപ്പൊ എന്ത് കാണാൻ ഇങ്ങോട്ട് വന്നേ? ഒഴിഞ്ഞ ഗ്ലാസ് കണ്ടാലല്ലേ ഇതിനകത്ത് പാലില്ല, ഇത് പാല് വന്നിട്ടില്ല എന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാവൂ. അതുകൊണ്ടാ. അമ്മേ, എനിക്കിന്ന് പാല് കുടിക്കാൻ വല്ലാത്ത കൊതി തോന്നുന്നു. ഉഫ്. ഇന്ന് പാല് വരാത്തതിനാൽ കളിക്കാൻ പോവാണ്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. സൂര്യൻ ഉദിച്ച നേരം പാലുമായി എത്തി, ഇതാ പാലുകാരനെത്തി. ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഈ മുഖംമൂടി ബൻസി ഞങ്ങളുടെ പമ്പ കടത്തും. മോത്തി മോനെ, മോത്തി മോനെ. ഷോ, നമ്മുടെ പ്ലാൻ പൊളിഞ്ഞല്ലോ. ബൻസി ഞങ്ങള് ബുദ്ധിയാണല്ലോ കാണിച്ചത്. അയാള് നമ്മുടെ നായേക്കാളും വലിയ നായാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. മോത്തി മോത്തി. നമ്മളെ ഇന്നത്തെ പദ്ധതി പാലിച്ചില്ലല്ലോ ടപ്പു. ഇന്നിനിയിപ്പോ വീണ്ടും നമ്മള് പാല് കുടിച്ചേ പറ്റുന്ന തോന്നണേ. ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ പ്രശ്നത്തിന്റെ അടിവേര് വേറെ തോണ്ടണം. നമുക്ക് ബൻസിയങ്ങളുടെ തൊഴുത്തിലേക്ക് പോകാം. എടാ ഹരിയ, ഞാൻ എന്റെ ബിജിലി എന്റെ മക്കളെക്കാളും നന്നായിട്ടാ നോക്കുന്നേ. നീ മോളെ പൊന്നു പോലെ തന്നെ നോക്കിക്കോണം, കേട്ടല്ലോ. എന്റെ ചക്കര മോളല്ലേ. ഞാനിന്ന് ഇപ്പൊ പോയിട്ട് വൈകുന്നേരം തിരിച്ചെത്തും, കേട്ടോ. ചേട്ടൻ സുഖമായിട്ട് പോയിട്ട് വരൂ. ഞാൻ വിജിലിയെ പൊന്നു പോലെ നോക്കിക്കൊള്ളാന്നേ, വിഷമിക്കണ്ട. കേട്ടല്ലോ ഫ്രണ്ട്സ്, ബൻസിയങ്ങൾ എവിടേക്കോ പോവാണത്രേ. എന്നാ പിന്നെ നാളെ നമുക്ക് ബിജിലിയെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോവാം. ആ, കല്യാണം ഇല്ലാത്ത പന്തലിൽ കൊട്ടും മേലും എങ്ങനെ ഉണ്ടാവാനാ? അതിന് അർത്ഥം എന്താണ് സോനു? എരുമയെ കാണാതായ പിന്നെ പാല് വിടുന്ന് കറക്കാനാ. ബിജിലിയെ ദിവസവും കുളിപ്പിക്കണം, കേട്ടോ. അവളെ കെട്ടിയിടരുത്. ബിജിലിക്ക് കെട്ടിയിടുന്നത് ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. ഇതൊരു പ്രത്യേകതര എരുമയാണല്ലോ. ആ പിന്നെ ബിജിലിയുടെ മുമ്പിൽ ചെന്ന് എരുമേന്ന് വിളിച്ചേക്കരുത്. ആ വാക്ക് കേൾക്കുന്നത് തന്നെ അവൾക്ക് ഇഷ്ടമല്ല, ദേഷ്യം പിടിക്കും. എന്നാ പിന്നെ ഇത് ആദ്യം ഒന്ന് പറഞ്ഞുകൂടായിരുന്നു എന്റെ പൊന്നു ചേട്ടൻ മുതലാളി. എന്റെ നടു ഒടിഞ്ഞേ. അയ്യോ, നിനക്കിട്ടുള്ള പണി ഞാൻ തരുന്നുണ്ടോടി എന്റെ പൊന്നു മോളെ. അല്ലെങ്കിൽ എന്റെ പേര് ഞാൻ നിനക്കിട്ടേക്കാം, കേട്ടോടി. പോത്ത് പോലെ വളർന്ന തടിച്ച് എരുമേ. അയ്യോ, എന്റെ അമ്മച്ചി. അയ്യോ അയ്യോ അയ്യോ. ബിജിലി, എന്റെ ചക്കര മോള് ബിജിലി, നീ ഒരു സുന്ദരി കുട്ടിയാണല്ലോടി പൊന്നെ. അന്ന് നീ എന്നെ ചവിട്ടി തെറിപ്പിച്ചില്ലേ? ഇനി എങ്ങനെ നീ എന്നെ ചവിട്ടുമെന്ന് എനിക്കൊന്ന് കാണോടിയായിരുന്നു.
ബിജിലിന്നെ വിളിക്കാൻ പാടുള്ളൂ അല്ലേ? എരുമേന്ന് വിളിച്ചാ ഇഷ്ടപ്പെടില്ലായിരിക്കും. എടി എരുമേനെ എരുമേന്നല്ലേ വിളിക്കാൻ പറ്റൂ. നീ ഒരു എരുമ തന്നെയാണല്ലോ. ചേടാ ഇയാള് ബിജിലെ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. ടപ്പു, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ബിജിലി എങ്ങനെയാ കിഡ്നാപ്പ് ചെയ്യുന്നേ? ഞാൻ ഇന്ന് നിനക്കൊന്നും കഴിക്കാനും തരത്തില്ല, നിന്റെ കെട്ടഴിച്ച് വിടാനും പോകുന്നില്ല. നീ അവിടെ കിടന്ന് നരകയ്ക്ക്. നിന്റെ അഹങ്കാരം ഒന്ന് അടങ്ങട്ടെ. അനങ്ങിപ്പോരുത് കരിമാക്കി എരുമേ. കുറച്ചങ്ങനെ പട്ടിണി കിടക്ക്. കൊഴുത്ത കരിമാക്കി എരുമേ.